Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ബിജെപിക്കെതിരെയുള്ള ആരോപണം കോൺഗ്രസ് സിപിഎം അവിഹിത ബന്ധം പുറത്തായതിലുള്ള ആശങ്കയെന്ന് പി.കെ. കൃഷ്ണദാസ്. മത തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും യു.ഡി.എഫും തമ്മിലുള്ള ബന്ധവും PDPയുമായുള്ള സിപിഎം ബന്ധവും പുറത്തുവന്നതോടെ ഈ അവിഹിത കൂട്ടുകെട്ട് മറച്ചുവെക്കാൻ സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യധാരണയാണ് എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനയും അതിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടിയുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയുമായി യു.ഡി.എഫ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതിൽ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിലെ പ്രവർത്തകർ അസംതൃപ്തിയിലാണ്. ഇ.കെ. നായനാർ ജയിലിലടച്ച അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുമായി സിപിഎം ബന്ധം സ്ഥാപിച്ചതോടെ ഇടതുപക്ഷത്തെ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളിലെ പ്രവർത്തകർ അസംതൃപ്തിയിലാണ്. ഇത് എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമോ എന്ന ആശങ്കയിലാണ് 1975ലെ സംഭവം എടുത്തുകാട്ടി ഇരുവരും പോരടിക്കുന്നത്. കേരളത്തിന് പുറത്ത് സിപിഎമ്മും കോൺഗ്രസും ഒന്നാണ്. നാളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനൊപ്പം ബംഗാളിലെ കാളിഗഞ്ചിൽ കോൺഗ്രസും സിപിഎമ്മും സഖ്യത്തിലാണ്. രണ്ട് കൊടികളും ഒന്നിച്ചു കെട്ടിയാണ് പ്രചരണം. സിപിഎമ്മിന് ലോക്സഭയിൽ 4 അംഗങ്ങളാണുള്ളത്. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2ഉം രാജസ്ഥാനിൽ നിന്നുള്ള 1 ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. കുറെ നാളുകളായി ക്രൈസ്തവ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളാണ് കോൺഗ്രസും സിപിഎമ്മും സ്വീകരിക്കുന്നത്. മുനമ്പം ശബരിമല വിഷയങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതാക്കന്മാര് NDAക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസിനകത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും അതിശക്തമായി ആശങ്കകളും അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് NDAക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരു പാർട്ടി നേതാക്കന്മാരും ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിൽ എന്തോ പ്രണയത്തിന്റെ കഥകളൊക്കെ പറയുകയുണ്ടായി. സത്യത്തിൽ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവിഹിത ബന്ധങ്ങൾ പുറത്തായതിലുള്ള വെപ്രാളമാണ് ഈ BJPക്കെതിരെ കുതിര കയറുന്നതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ കോൺഗ്രസിന് തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ അനുഭാവികളെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ടുള്ള PDPയുമായിട്ടുള്ള നിലമ്പൂരിലെ ബാന്ധവം, അതോടൊപ്പം തന്നെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യം, ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഹിന്ദു പ്രവർത്തകരിൽ, ഹിന്ദു അനുഭാവികളിൽ, ഹിന്ദു വിശ്വാസികളിൽ, അനുഭാവികളിൽ, അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളിൽ ഇതിനെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിനും ആശങ്കയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സ്വന്തം അണികളെപ്പോലും ഈ പാക് തീവ്രവാദ സംഘടനകളുമായുള്ള അവിഹിത ബന്ധം അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജനവിധി NDAക്ക് അനുകൂലമാകും എന്നുള്ള ആശങ്ക അത് ശക്തമായപ്പോഴാണ് ഇത്തരം NDAക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ അവർക്കൊരു തെറ്റുമില്ല, അവർ നല്ല സംഘടനയാണെന്നാണ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങള് അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ആദരണീയനായ നേതാവെന്ന് അവർ കരുതുന്ന ടി.കെ. അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പൊ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നിന്നും സിപിഎമ്മിനെ പുറത്താക്കാൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയോട് ആവശ്യപ്പെടാൻ വി.ഡി. സതീശനെ പി.കെ. കൃഷ്ണദാസ് വെല്ലുവിളിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പണിയല്ല, ഉപമുഖ്യമന്ത്രിയുടെ പണിയാണ് പിണറായിക്കായി വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത്. ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ NDA പക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന ആശങ്കയാണ് കോൺഗ്രസ് സിപിഎം അവിഹിത കൂട്ടുകെട്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. നിലമ്പൂരിൽ NDA വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്.